കുറച്ച് ബ്ലാക്ക് ബീൻസ് ഇതിൻ്റെ കൂടെ എടുത്തു. ഇതൊരു മൗത്ത് ഫുള്ളാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് അടിപൊളി. ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മെക്സിക്കൻ കുസീനാണ്. പക്ഷേ മെക്സിക്കൻ കുസീൻ എന്നൊക്കെ വരെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ പറയുക ഭയങ്കര സംഭവമാണ്, ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത സംഭവമാണെന്നൊക്കെ. പക്ഷേ ഇത് ആക്ച്വലി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു മീലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ചില്ലി പൗഡർ, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെപ്പർ പൗഡർ, സോൾട്ട്, 1 സ്പൂൺ ക്യൂമിൻ പൗഡർ, 1 സ്പൂൺ ഗാർലിക് പൗഡർ, 1 സ്പൂൺ പെപ്പറിക്ക, 1 സ്പൂൺ ഓർഗാനോ. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണേ. അപ്പോൾ നമ്മൾ 3 ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിത് ടേൺ ദിസ് സൈഡ് അഗെയിൻ ആ സെയിം സംഭവം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഒന്ന് പോരാട്ടോ, ഒരു 2 സ്പൂൺ വേണേ. നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് 3 പീസ് ഇങ്ങനെ ഇട്ടു. ഓക്കെ, അപ്പോൾ അത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് മറിച്ചിടാം. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, കാരണം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണ്ടേ. നമുക്കിത് ഇതിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ നമുക്ക് ഒനിയൻ ഇടാം. ഇത് ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് ആ 7 ഹെർബ്സിൻ്റെ മിക്സ് ഇല്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെയും കൂടെ സെൻറ്ററും കൂടെ കട്ട് ചെയ്യണം കേട്ടോ, നമ്മൾ കട്ട് ചെയ്ത പീസുകൾ. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈം ഇങ്ങനെ ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ലൈം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി. ചിക്കൻ കുക്ക് ചെയ്ത സെയിം പാനിൽ നമ്മൾ ബേബി കോൺസ് ആഡ് ചെയ്യാണ്. ഇത് നമ്മൾ ഒരു 3 മിനിറ്റ്സ് ബോയിൽ ചെയ്തെടുത്ത ബേബി കോൺസ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹെർബ്സ് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കോൺ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ബീൻസ് ആണ്. ഇതിലും ഞാൻ കുറച്ച് ഹെർബ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബീൻസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന റെഡി ടു ഈറ്റ് ബ്ലാക്ക് ബീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് റിച്ച് ഓഫ് പ്രോട്ടീൻസ്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബൗൾ മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് റൈസ് ആഡ് ചെയ്യാണ്. ഇത് ബസ്മതി റൈസ് ഞാൻ വേവിച്ചെടുത്തതാണ്. ഞാനൊരു ലെറ്റൂസിൻ്റെ ലീഫ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബേബി കോൺ, ഇനി നമ്മൾ കുക്ക് ചെയ്ത ബ്ലാക്ക് ബീൻസ്. അപ്പോൾ നമ്മുടെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എസ്പെഷ്യലി ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്രോട്ടീൻ എന്താ പറയുക കാർബ്സ് ഒക്കെ ആയിട്ടുള്ള ഫജിറ്റ ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യമ്മിയാണ്, ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണമെന്നേ ഉള്ളൂ. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിത് ടേസ്റ്റ് ചെയ്തും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കനും ഈ റൈസും ഒരു 1 ക്യാപ്സിക്കവും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലാക്ക് ബീൻസ് ഇതിൻ്റെ കൂടെ എടുത്തു. ഇതൊരു മൗത്ത് ഫുള്ളാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് അടിപൊളി, സിംപ്ലി അടിപൊളി. സോ ഒന്ന് ചൂ ചെയ്തോട്ടെ കേട്ടോ.
ദിസ് ഇസ് റിയലി അമേസിങ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്രോട്ടീൻ, കാർബ്സ് ആൻഡ് ഓൾ. ആൻഡ് ദിസ് ബേബി കോൺ ഞാൻ ആ ഹെർബ്സ് വെച്ച് ഉണ്ടാക്കിയതാണ്. ദിസ് ഇസ് റിയലി സൂപ്പർ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്ത കോണും വെച്ചും ചെയ്യാം. അപ്പം അടുത്തൊരു അടിപൊളി ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.